നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ്. അതായത് അടുത്തൊരു സെഗ്മെന്റ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഞാൻ കാണിച്ചു തരാം സ്ലൈഡ്. സോ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യത്തേതാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മെഷർമെന്റ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. അതാണ് നമ്മളിപ്പോൾ തീർത്തത്. ഇത് വരുന്ന പോയിന്റ് എന്താണ്? റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗ്. ഈ ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗിൽ നമുക്ക് അസസ്മെന്റിന്റെ 3 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് പഠിക്കാനുണ്ട്. അപ്പം അസസ്മെന്റ് ആസ് ലേണിംഗ് പഠിക്കണം, അസസ്മെന്റ് ഫോർ ലേണിംഗ് പഠിക്കണം, അസസ്മെന്റ് ഓഫ് ലേണിംഗ് പഠിക്കണം. അത് അസസ്മെന്റിനെ നമുക്ക് എങ്ങനെയൊക്കെ കാണാം അല്ലെങ്കിൽ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന രീതിയിലാണ്. അപ്പൊ ഇതിലെ തന്നെ അസസ്മെന്റ് ഫോർ ലേണിംഗ് ആൻഡ് ഓഫ് ലേണിംഗ് തന്നെയാണ് നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റും സമ്മേറ്റീവ് അസസ്മെന്റും. അപ്പൊ ഇതിലെ പ്രോപ്പർട്ടീസ് തന്നെ നമുക്ക് എവിടെ ചെയ്യാം? ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് എന്ത്? റോൾ ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗ്. ദാറ്റ് ഈസ് അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ് ആൻഡ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, സോ നമുക്ക് ആ ടോപ്പിക്ക് നോക്കാം. അപ്പം അതിൽ പറയുന്നത് എന്താന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് തന്നെ എഴുതാനതേ ഉള്ളൂ. ഓക്കെ, സോ ആദ്യം പറയാം എന്താണ് ഈ അസസ്മെന്റ് ഫോർ ലേണിംഗ്. നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? അസസ്മെന്റ് ഫോർ ലേണിംഗ് പഠിക്കണം, അസസ്മെന്റ് ആസ് ലേണിംഗ് പഠിക്കണം, അതേപോലെ തന്നെ അസസ്മെന്റ് ഓഫ് ലേണിംഗ് പഠിക്കണം. അപ്പം അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ലേണിംഗിന് വേണ്ടി ചെയ്യുന്ന അസസ്മെന്റ് അല്ലെ? ലേണിംഗ് എന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു അസസ്മെന്റ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇത് എന്തിനെ എനേബിൾ ചെയ്യും? ഇറ്റ് എനേബിൾ ടീച്ചേഴ്സ് ടു യൂസ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് നോളജ്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് സ്കിൽസ് ടു ഇൻഫോം ദെയർ ടീച്ചിങ്. ഓക്കെ, സ്കിൽസ് ടു ഇംപ്രൂവ് ആണ്, സോറി അവിടെ തെറ്റിപ്പോയതാ. സ്കിൽസ് ടു ഇംപ്രൂവ് ദെയർ ടീച്ചിങ്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? നമ്മുടെ ലേണിംഗ്, അതായത് സ്റ്റുഡന്റിന്റെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ നടത്തുന്ന ആ ഒരു അസസ്മെന്റ് പ്രോസസ്സിനെയാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ലേണിംഗിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അസസ്മെന്റ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യും അല്ലെ? സ്റ്റുഡന്റിനെ പറ്റിയിട്ടുള്ള നോളജ്, സ്റ്റുഡന്റിന് എത്ര അറിയാം, എത്ര അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നൊക്കെ കളക്ട് ചെയ്തിട്ട് ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചറിന്റെ ടീച്ചിങ് മെത്തേഡ്സിനെ ഒന്ന് റിഫൈൻ ചെയ്യും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അത് പറഞ്ഞു തരാൻ ശ്രമിക്കും. പിന്നെ എന്താണ്? ടീച്ചേഴ്സ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് അബൌട്ട് ദെയർ ലേണിംഗ് ആൻഡ് ഹൗ ടു ഇംപ്രൂവ്. അപ്പം ഇതിൽ തന്നെയാണ് എന്തുള്ളത്? ഫീഡ്ബാക്ക് സിസ്റ്റം ഉള്ളത്, എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ഇംപ്രൂവ്മെന്റ് ഉള്ളത്. ഇതെല്ലാം എന്തിലുള്ളതാണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ്. അതായത് ലേണിംഗിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന അസസ്മെന്റ് പ്രോസസ് ആണ് എന്ത്? അസസ്മെന്റ് ഫോർ ലേണിംഗ്. എന്നാൽ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്താണ്? ലേണിംഗ് ആയിട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ തന്നെ അസസ് ചെയ്യാം, സെൽഫ് അസസ്മെന്റ്. ഇപ്പൊ സ്റ്റുഡന്റിനെ തന്നെ അസസ് ചെയ്യാം. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത് എന്ത്? അസസ്മെന്റ് ആസ് ലേണിംഗ്. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ദ ലേണിംഗ് പ്രോസസ് വേർ ദേ മോണിറ്റർ ദെയർ ഓൺ പ്രോഗ്രസ്. ഇപ്പൊ സ്റ്റുഡന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റുഡന്റിന്റെ പ്രോഗ്രസിനെ മോണിറ്റർ ചെയ്യുന്നത്. സ്വയമേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, സ്വയമേ സ്കിൽസ് എല്ലാം പ്രാക്ടീസ് ചെയ്യും. ഇതൊക്കെ എന്താണ്? ഇതിൽ വരുന്നതാണ് അസസ്മെന്റ് ആസ് ലേണിംഗ് അല്ലെങ്കിൽ സെൽഫ് അസസ്മെന്റ്. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസ് യൂസ് സെൽഫ് അസസ്മെന്റ് ആൻഡ് ടീച്ചേഴ്സ് ഫീഡ്ബാക്ക് ടു റിഫ്ലക്ട് ഓൺ ദെയർ ലേണിംഗ്. അപ്പൊ ടീച്ചർ ഫീഡ്ബാക്ക് കൊടുത്തതും ആ കുട്ടിക്ക് തന്നെ മനസ്സിലാവോ ഇത് എനിക്ക് ഇച്ചിരി പാടാണല്ലോ. അപ്പൊ ടീച്ചറും പറഞ്ഞു ഇത് ശരിയായില്ലല്ലോ ചെയ്തത്. അപ്പൊ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ഇതൊന്നു കൂടെ പഠിക്കണം, അല്ലെങ്കിൽ ഇത് എനിക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് സ്റ്റുഡന്റ് മനസ്സിലാക്കുന്ന ആ ഒരു അസസ്മെന്റ് ഉള്ളൂ. സ്റ്റുഡന്റ് തന്നെ മനസ്സിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? അതനുസരിച്ച് ആ മനസ്സിലാക്കിയതനുസരിച്ച് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. അതാണ് എന്ത്? നമ്മുടെ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റ് ആയിരുന്നു. അപ്പം അസസ്മെന്റ് ആസ് ലേണിംഗ് എന്താണ്? നമ്മളെ തന്നെ അസസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ അതെന്താണ്? സെൽഫ് അസസ്മെന്റ് ആണ്. ഇനി അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്താണ്? ലേണിംഗിന്റെ അസസ്മെന്റ്. അപ്പൊ ലേണിംഗിന്റെ അസസ്മെന്റ് നമ്മൾ എപ്പോഴാ ചെയ്യുക? എൻഡിലാ ചെയ്യുക അല്ലെ? എൻഡിൽ ചെയ്യുമ്പോൾ അതെന്തായി? സമ്മേറ്റീവ് അസസ്മെന്റ് ആയി. സോ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ടീച്ചേഴ്സ് അവസാനം നമുക്ക് ഇടുന്ന എക്സാംസും പേപ്പേഴ്സും ഒക്കെ ഉണ്ടല്ലോ, സമ്മേറ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞത്, അതാണ് ഇത്. അപ്പം അസിസ്റ്റ് ടീച്ചേഴ്സ് ടു യൂസ് എവിഡൻസ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ടു അസസ് സ്റ്റുഡന്റ് അച്ചീവ്മെന്റ് അഗൈൻസ്റ്റ് ലേണിംഗ് ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും? ഒരു എക്സാം ഇടും. ഈ എക്സാമിന് ബേസ് ചെയ്തിട്ടാണ്, സമ്മേറ്റീവ് എന്നല്ലേ അത് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ എക്സാം എന്ത് ചെയ്യും? ടീച്ചേഴ്സിന്റെ കയ്യിൽ ഒരു എവിഡൻസ് ആയി, ഈ കുട്ടി ഇത്രയും പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ കുട്ടി പാസ്സായി, ഈ കുട്ടിക്ക് ഇത്രയും അറിയാം എന്നുള്ളത്. അപ്പം അസസ്മെന്റ് എന്തിന്റെയാണ് അവിടെ നടക്കുന്നത്? ലേണിംഗ് നടന്നതിന്റെ ലേണിംഗ് നടക്കാൻ വേണ്ടിയുള്ള അസസ്മെന്റ് ആണ് എന്ത്? അസസ്മെന്റ് ഫോർ ലേണിംഗ്. ലേണിംഗ് സ്വയമേ തന്നെ മനസ്സിലാക്കുന്ന എന്താണ്? അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ്. പിന്നെ നടന്ന ലേണിംഗിന്റെ അസസ്മെന്റ് ആണ് എന്ത്? അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ക്ലിയർ ആണോ? ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു 10 മാർക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ സംഭവം ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പോയിന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതാം. അപ്പൊ
ഞാൻ ഈ പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ പോസ് ചെയ്ത് വായിച്ചു നോക്കാം. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോസസ്സ് ഉണ്ടല്ലോ അതിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ബ്രേക്കപ്പ് ചെയ്തേക്കാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ അറിയാം എന്താണ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഇത് നടക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, ഫോർമേറ്റീവ് അസസ്മെന്റ് കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ് നടക്കുന്നത്, ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു ദ സ്റ്റുഡൻസ് ആണ്. പിന്നെന്താ, ഫീഡ്ബാക്ക് ആൻഡ് മോഡിഫൈ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി. പിന്നെ എന്താണ്, ഇറ്റ് ലീഡ്സ് ടു ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഗൈഡൻസ് ഓർ എ റെമഡിയൽ പ്രോഗ്രാം. ഓരോരുത്തർക്കും എന്ത് കൊടുക്കാം, ഇൻഡിവിജ്വൽ ഗൈഡൻസ് കൊടുക്കാം. പിന്നെ എന്താണ്, ഇറ്റ് മോണിറ്റർ സ്റ്റുഡൻസ് പ്രോസസ്. പിന്നെ ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡന്റ് കോംപ്രിഹെൻഷൻ, ലേണിംഗ് നീഡ്സ്, അക്കാഡമിക് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദ ലെസൺ. പിന്നെ അനാലിസിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സ്റ്റുഡൻസ് സ്ട്രെങ്ത്സ്, ഇൻട്രസ്റ്റ്, ലേണിംഗ് നീഡ്സ്. പിന്നെ ഇന്ററാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് പ്രോസസ് ആണ്. എസ്റ്റാബ്ലിഷസ് ആൻഡ് ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം സെറ്റപ്പ് ആണ്. നമ്മളിപ്പോൾ ടീച്ചർ പോയിട്ട് കുട്ടികളോട് ഇത് ശരിയായില്ലല്ലോ പറയുമ്പോൾ അതെങ്ങനെയാ മെസ്സേജ് ചെയ്യണ്ടേ, അപ്പൊ അങ്ങനെ എന്തായി ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ വരും ക്ലാസ് റൂമിൽ. സോ ദിസ് ഇസ് വാട്ട് അസസ്മെന്റ് ഫോർ ലേണിംഗ് നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയായിരിക്കും, നമ്മൾ ഒബ്സർവേഷൻ യൂസ് ചെയ്യും, റേറ്റിംഗ് സ്കെയിൽ യൂസ് ചെയ്യും, അസൈൻമെന്റ്സ് യൂസ് ചെയ്യും. അപ്പം ഈ അസൈൻമെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എക്സാം പേപ്പറും പ്രോജക്റ്റും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് എന്തറിയാം എന്തറിയില്ല എന്നൊക്കെ നമ്മൾ ഒബ്സർവേഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇന്റർവ്യൂസ് യൂസ് ചെയ്യാം, ക്വിസ് യൂസ് ചെയ്യാം, റോൾ പ്ലേ ചെയ്യാൻ കൊടുത്തിട്ട് അതെങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാമാണ് എന്ത് ഇതിന് വേണ്ട ടൂൾസ്. അപ്പൊ ടൂൾസ് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സമ്മേറ്റീവ് അസസ്മെന്റിലും ഫോർമേറ്റീവ് അസസ്മെന്റിലും സെയിം ആയിരിക്കും. പക്ഷേ അവിടെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ആ ടൂൾസ് നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പൊ നമ്മൾ കിട്ടിയ ആ ഒരു അസൈൻമെന്റ് യൂസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ കുട്ടിയെ കുറിച്ചുള്ള ഡേറ്റ കളക്ട് ചെയ്യാനാണെങ്കിൽ അതെന്തായി, ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ടൂളായി. എന്നാൽ അതിന്റെ മാർക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതെന്തായി, സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ടൂളായി. അപ്പൊ കൺഫ്യൂസ് ചെയ്യരുത്, ഇതേ സാധനം തന്നെ നമുക്ക് എവിടെയും കാണാം, സമ്മേറ്റീവ് അസസ്മെന്റ് ടൂൾസ് ആയിട്ടും കാണാം. മെനി ഓഫ് ദം വിൽ ബി കോമൺ. പക്ഷെ എന്താണ്, ഒന്ന് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും മറ്റേത് നമ്മൾ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുമായിരിക്കും. ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് അതിന്റെ ഫീഡ്ബാക്ക് കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ലേണിംഗ് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇനി അസസ്മെന്റ് ആസ് ലേണിംഗ് എന്താണ്, ഞാൻ പറഞ്ഞു സെൽഫ് അസസ്മെന്റ് ആണ്. സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സ്റ്റുഡന്റ് തന്നെ വിലയിരുത്തുക അല്ലെ, സ്വയം വിലയിരുത്തൽ. അപ്പം സ്റ്റുഡന്റ് അസസസ് ദെംസെൽഫ് ഇൻ ദെയർ വേസ്. അപ്പൊ എന്താ ചെയ്യുന്നത്, റിഫ്ലക്ഷൻ ഓൺ ഹിസ് ഓൺ പെർഫോമൻസ്. എങ്ങനെ ഞാൻ പെർഫോം ചെയ്തു തന്നെ ആലോചിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ മിസ്റ്റേക്ക് വരുത്തിയല്ലോ, ഇത് എനിക്ക് പറ്റിയല്ലോ, ഇത് ഞാൻ കഴിഞ്ഞ കേട്ടോ. പിന്നെ ലേൺസ് ഫ്രം പ്രീവിയസ് മിസ്റ്റേക്ക്. ഇപ്പൊ ഈ മിസ്റ്റേക്ക് വരുത്തുക, അടുത്തതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടി അത് പഠിച്ചിട്ട് പോയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്താ, സ്വന്തം മിസ്റ്റേക്കിൽ നിന്ന് തന്നെ പഠിച്ചു, ഇത് എനിക്ക് വീക്കാണ്, ഇത് ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ്, ഐഡന്റിഫൈസ് ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. പിന്നെ ഗെറ്റ് ടു നോ അബൌട്ട് ദെയർ ടാർഗറ്റ്. സ്റ്റുഡൻസ് ഗെറ്റ് ഇൻവോൾവ് ആൻഡ് ദേ ആർ ആക്റ്റീവ് ഇൻ ദെയർ ലേണിംഗ്. അപ്പൊ സ്വയമേ തന്നെ ചെയ്യുമ്പോൾ എന്താണ്, അവർ കുറച്ചുകൂടെ അവരുടെ കാര്യത്തിൽ ഇൻവോൾവ് ആണ്. അപ്പൊ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും അല്ലെ. പിന്നെ ഇത് എന്തിനു യൂസ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാനും യൂസ് ചെയ്യാം, അവസാനത്തെ മാർക്ക് നന്നാക്കാനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഫോർമേറ്റീവ്ലിയും യൂസ് ചെയ്യാം, സമ്മേറ്റീവ്ലിയും യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, സ്കിൽസിനെ എല്ലാം ഫോസ്റ്റർ ചെയ്യാൻ എടുക്കാം, ക്രിട്ടിക്കൽ തിങ്കിങ് നന്നാവാന്, സെൽഫ് അവയർനെസ് കൊണ്ടുവരാൻ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, സ്റ്റുഡന്റ് തന്നെ ചെയ്യുന്നതുകൊണ്ട് വേറൊരാളുടെ ഫീഡ്ബാക്കിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ തന്നെ കുട്ടിക്ക് മനസ്സിലാവും. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ക്വിക്ക് ഫീഡ്ബാക്ക് ഓൺ ലേണിംഗ് ആൻഡ് ദേ വിൽ നോ ദെയർ പേഴ്സണൽ വാല്യൂ. പേഴ്സണൽ ആയിട്ട് അവരുടെ പ്രിഫറൻസ് എന്താണ്, വർക്ക് പ്രിഫറൻസ് എന്താണ്, എന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, എന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, എന്റെ സ്ട്രോങ് പോയിന്റ്സ് എന്തൊക്കെയാണ്, ഞാൻ എവിടേക്കാണ് വീക്ക്, ഇതെല്ലാം എവിടുന്ന് സ്റ്റുഡന്റ് മനസ്സിലാവാം, അസസ്മെന്റ് ആസ് ലേണിംഗ്. സ്വയമേ തന്നെ വിലയിരുത്തുമ്പോൾ സ്റ്റുഡന്റിന് മനസ്സിലാക്കാം. അതാണ് അസസ്മെന്റ് ആസ് ലേണിംഗ്. ഇനി നെക്സ്റ്റ് ആണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് അല്ലെ. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നടത്തുന്നതായിരിക്കും, ഇയർ എൻഡിൽ നടത്തുന്നതായിരിക്കും അല്ലെ. സോ ഓക്കേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ, ഇവാലുവേറ്റ്സ് വാട്ട് ദ സ്റ്റുഡന്റ് ഹാസ് ലേൺഡ് സോ ഫാർ. പിന്നെ എന്താണ്, പോർഷൻസ് എങ്ങനെയായിരിക്കും, ഫുൾ ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും അല്ലെ. സോ കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യും, അല്ലെങ്കിൽ ലാർജ് പോർഷൻസ് കവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ അസൈൻസ് എ ഗ്രേഡ്, ഇതിനൊരു നമ്പർ ഉണ്ടാവും അല്ലെ, ഒരു ഗ്രേഡ് ഉണ്ടാവും, പാസോ ഫെയിലോ എന്ന് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രത്യേക മാർക്ക് ഉണ്ടാവും. സോ ഇറ്റ് അസൈൻസ് എ ഗ്രേഡ്. എംഫസിസ് ഓൺ ദ പ്രോഡക്റ്റ്, അതായത് ഫുൾ ലേണിംഗ് പ്രോസസ്സിന് എന്തുമാത്രം ലേൺ ചെയ്തു, ഇത് ഞങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ അസസ്മെന്റ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫൈനൽ പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ. പിന്നെ എന്താണ് ഇത് എന്ന് പറയുന്നത്, എന്താണ്, ഇവാലുവേറ്റ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് പറയുന്നത് എന്താണ്, സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. ഫോർമേറ്റീവ് അസസ്മെന്റ് എപ്പോഴും എന്താ ചെയ്യുന്നത്, അത് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ എടുക്കാം, എന്തൊക്കെ ചെയ്യാം, ഫീഡ്ബാക്ക് കൊടുത്ത് നന്നാക്കി
നന്നാക്കാൻ ആ ഫോർമേറ്റീവ് ശ്രമിക്കുക. എന്നാൽ സമ്മേറ്റീവ് എന്താ ചെയ്യുന്നത്? അത് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് പറയുകയാണ് സമ്മേറ്റീവ് അസസ്മെന്റ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഇവാലുവേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, പിന്നെ സ്കോർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ലാർജർ പോർഷൻ കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത് സമ്മേറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അതിനുള്ള ടൂൾസ് നോക്കിയാലും കുറെയൊക്കെ സിമിലർ കാണാം അല്ലേ? കണ്ടേ, പ്രൊജക്ട്സ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്. അപ്പം കുറച്ചൊക്കെ സിമിലർ കാണും, പക്ഷേ ചിലതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ റിട്ടൺ ടെസ്റ്റ് ആയി, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആയി, ഓറൽ ടെസ്റ്റ് ആയി, റൂബ്രിക്സ് ആയി. ദീസ് ആർ ദ ടൂൾസ് ക്യാൻ യൂസ് ഫോർ സമ്മേറ്റീവ് അസസ്മെന്റ് പ്രോസസ്. അപ്പം ഇവിടെ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.